ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ക്രിസ്മസിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ സമയത്ത് പ്ലം കേക്കാണ് ഉണ്ടാക്കിയത്, അതായത് നമ്മുടെ ഫ്രൂട്ട് കേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കേക്ക് ഇല്ലാതെ നമ്മൾക്ക് എന്താണല്ലേ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് കേക്കാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വളരെ അപൂർവമാണ് കേക്കുകൾ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാകാനായിട്ട് ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. നമുക്ക് ആദ്യം ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ടൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റേസിൻസ്, കാഷ്യൂ കുറച്ച് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മുഴുവനായിട്ടുള്ളത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എടുക്കാം കേട്ടോ. നട്ട്സ് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് കൊണ്ട് ഈ ഒരു ഇത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കട്ടയായിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മെൽറ്റായി വന്നോളും. അപ്പോൾ ഈ ഒരു കളറാണ് കറക്റ്റ് നമുക്ക് പാകത്തിന്. ഇനിയിപ്പം നമുക്ക് ഇതുപോലെ ഒരു സിന്നമൺ സ്റ്റിക്ക്, അതായത് നമ്മുടെ കറുവപ്പട്ട, അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ വേണേൽ പൊടിച്ചെടുക്കാം. ഇനി അതല്ല എങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരമൽ സിറപ്പിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് നട്ട്സ് മാറ്റി വെച്ചേക്കണം കേട്ടോ. നട്ട്സും കുറച്ച് റേസിൻസും എല്ലാം കൂടെ മാറ്റി വെക്കണം, നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ബട്ടറും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല ഒരു കളറ് ഇത് കിട്ടുകയും ചെയ്യും, നമ്മുടെ നട്ട്സ് എല്ലാം നല്ല രീതിയിൽ സോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അളവിൽ കിട്ടും. ഇത് നമ്മൾ ഈ ഒരു കേക്ക് നമ്മുടെ ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ ഇപ്പം നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒരുപാട് കട്ടകെട്ടി പോകില്ല കേട്ടോ, ഒരു ലിക്വിഡായിട്ട് തന്നെ ഇരിക്കണം. കട്ടകെട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് നമ്മുടെ ബാറ്ററിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സിന്നമൺ സ്റ്റിക്കും ഞാനിവിടെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്, അതും ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കേക്കിന് ഫ്ലേവർ നൽകുന്നത് ഈ ഒരു പൗഡറാട്ടോ. ഈ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ നൽകുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ബൗളിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. 3 മുട്ട ഇതേ രീതിയിൽ നമുക്കൊരു ബൗളിനകത്തോട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ, ഒട്ടും വെള്ളമയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ 3 മുട്ട ഞാനിവിടെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണേൽ ബീറ്റ് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ട്, അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഇവിടെ മൈദ കുറേശ്ശെയായിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞാനിവിടെ 2 കപ്പ് മൈദയാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഈ ഒരു ഫ്രൂട്ട് കേക്കിന് കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റ് മൈദ വെച്ചാണ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്.
ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൗഡറും കൂടെ, സിന്നമൺ സ്റ്റിക്കിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം, അതായത് കറുവപ്പട്ടയുടെ പൊടി. അപ്പോൾ അതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയതിന് ശേഷം, മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ഒരുപാടങ്ങ് കുത്തി ഉടച്ച് മിക്സ് ചെയ്യാതെ ഇതേ രീതിയിൽ പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ വളരെ തിക്കാണെങ്കിൽ നമുക്ക് കുറേശ്ശെ പാലും കൂടെ ചേർത്ത് കൊടുത്ത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് തിക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ ഒരുമിച്ച് പാലൊഴിക്കാതെ കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയുടെയും നട്ട്സിൻ്റെയും ഒക്കെ ആ ഒരു മിക്സിങ് ഇട്ട് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ 3/4 ഗ്ലാസ് പാല് ചിലവായിട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ക്യാരമലൈസ്ഡ് ആ ഒരു സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലിക്വിഡായ ഫോമിലോട്ട് ഇത് വരരുത്. നമ്മളിതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് വരുന്ന സമയത്തും ഇതിന് നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ കേക്ക് ട്രേ ഒക്കെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ സ്വല്പം വാനില എസൻസും കൂടെ ചേർത്തിരുന്നു കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കറുവപ്പട്ടയുടെ പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ മുട്ടയുടെ ചുവയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓവനകത്താണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ 10 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഓവനകത്ത് വെച്ചിട്ടാണ് ഞാനിന്നിപ്പോൾ ചെയ്യണത്. സാധാരണ നമുക്ക് കടായിൽ വെച്ചും ചെയ്തെടുക്കാം. അപ്പം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നവരെ. അതിനുശേഷം പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം നട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ബ്ലാക്ക് റേസിൻസ്, പിന്നെ കാഷ്യൂ, ഇതെല്ലാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 40 മിനിറ്റിന് ശേഷം ദേ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം, ഞാനിത് പിറ്റേ ദിവസം ആട്ടോ ഡിമോൾഡ് ചെയ്തെടുത്തത്. ഒരു ദിവസം ഫുള്ള് വെച്ചിരുന്നു, പിറ്റേത് രാത്രിയിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ മോള് വശം സ്വല്പം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്, ഒന്ന് ക്രാക്ക് വീണിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.